രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോഴത്തേക്കും അടുക്കളയിൽ കാണുന്ന ആൾക്കാരൊന്നും കാണില്ല കേട്ടോ. സംഭവം വേറെ ഒന്നല്ല കേട്ടോ, നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു 2025 ചെയ്യാൻ ബാക്കി വെച്ച കുറേ കാര്യങ്ങൾ 2026 തുടങ്ങുന്നതിന് മുന്നേ തന്നെ കുറച്ച് സെറ്റാക്കണം എന്നുള്ളത്. അപ്പോൾ അതിനുള്ള മുന്നോടിയായിട്ട് തന്നെ അനിയത്തി നേരെ ഗാർഡനിലോട്ട് ഇറങ്ങിക്കാണ്. അപ്പോൾ ഗാർഡനിലെന്ന് പറയുമ്പോൾ തന്നെ വിചാരിക്കും കുറേ ചെടികളൊക്കെ നടാനാണെന്ന്. പക്ഷേ ചെടിയൊന്നും നടാനല്ല കേട്ടോ, നമ്മുടെ ഇവിടുത്തെ കുസൃതിക്കുരുതിന് ഓടിക്കളിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ സ്പേസൊക്കെ ഭയങ്കര കുറവാണ്. അപ്പോൾ അവന് അത്യാവശ്യം നല്ല രീതിയിൽ പുറത്തൊക്കെ ഓടിക്കളിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പേസ് വേണം. അല്ലെങ്കിൽ ഞാൻ ജോലിക്ക് കയറുന്ന ടൈമിൽ ഫുൾ അനിയത്തിയാണ് നോക്കാം. അപ്പോൾ അവളിങ്ങനെ ഒരുപാട് കഷ്ടപ്പെടുത്തു കേട്ടോ പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പം ഗേറ്റിന് ഉള്ളിൽ തന്നെ, നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ തന്നെ ആയിട്ടൊരു സ്പേസ് ഒരുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഗാർഡൻ ഉണ്ടായിരുന്ന ചെടികളൊക്കെ വെട്ടി വൃത്തിയാക്കണം കേട്ടോ. അപ്പോൾ ചെടി വെട്ടിക്കളയാൻ വിഷമമുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിഷമമുണ്ട്. പക്ഷേ അതിനെക്കാട്ടിയും ഇതാണല്ലോ നമ്മൾ അവന് വേണ്ടിയിട്ടൊരു സ്പേസ് നടക്കാൻ കൊടുക്കുക എന്നുള്ളത് വിചാരിക്കുമ്പോൾ. ചെടി നടണം മോൻ. എന്താ ചെയ്യണേ? എൻ്റെ ഇടയ്ക്ക് പോലെ മുള്ളുണ്ട് ചിച്ചി. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ആളൊപ്പത്തിനൊപ്പം ഉണ്ടാവും കേട്ടോ. ഇപ്പോൾ ദാ ഈ ഗാർഡൻ ക്ലീൻ ചെയ്യാൻ തന്നെ അവന് മുന്നിട്ട് ഇറങ്ങിയിട്ടാണ്. നമ്മൾ മണ്ണൊക്കെ എടുത്ത് കൊട്ടുമ്പോൾ അവന് വേറൊരു ചെടിയിൽ നിന്ന് മണ്ണെടുത്തിട്ട് അപ്പുറത്തോട്ട് ഇടുന്നു, അപ്പുറത്ത് മണ്ണുകൊണ്ട് ഇപ്പുറത്തോട്ട് ഇടുന്നു, കല്ല് അങ്ങോട്ട് ഇടും പെറുക്കിടുന്നു. അങ്ങനെ ബഹളമായിരുന്നു കേട്ടോ. ആൾ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട് ഗാർഡൻ ക്ലീൻ ചെയ്ത്. പിന്നെ എനിക്കും പേടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ കുറേ ചെടിയൊക്കെ വിഷമാണെന്നൊക്കെ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് അവനെ കൈ കഴിച്ചുകൊണ്ടിരിക്കണം എന്നുള്ളതായിരുന്നു കേട്ടോ. എങ്ങാനും കൈയൊക്കെ വായിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പേടിയാവുമല്ലോ. 2026 റെസൊല്യൂഷനിൽ ഇതും കൂടെ ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ ഇത് ചിലപ്പോൾ ചെയ്യില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് 2025 എൻഡിൽ പരമാവധി കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് തന്നെ അത് അവസാനിക്കണമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ കുറേ കാര്യങ്ങൾ നമ്മളങ്ങനെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഓരോന്നും ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മളത് ടിക്ക് ചെയ്ത് വിടും. അപ്പം തന്നെ ഒരു സമാധാനമാണ് കേട്ടോ. വിഷൻ ബോർഡാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷൻ ബോർഡൊന്നുമല്ല, എന്നാലും ചെയ്യാനുള്ള കുറേ കാര്യങ്ങൾ അങ്ങനെ ചെയ്ത് പോകുന്നുണ്ട് നമ്മളങ്ങനെ ടിക്ക് ചെയ്ത് കൊണ്ടിരിക്കുമ്പോൾ കേട്ടോ. എനിക്ക് തോന്നുന്ന എക്സാമിനൊക്കെ ഞാൻ അങ്ങനെയായിരുന്നു കേട്ടോ. അതായത് കുറേ നമ്മൾ എഴുതി ഒരു പ്ലാൻ തയ്യാറാക്കി വെക്കും. എന്നിട്ട് ആ പ്ലാൻ അനുസരിച്ച് ഒന്നും പോയില്ലെങ്കിലും എന്തൊക്കെയോ എവിടേക്കോ നമ്മൾ ആ പ്ലാനിൽ നോക്കിയിട്ടൊന്ന് സ്റ്റാർട്ട് ചെയ്തൊക്കെ വെക്കും എവിടെയെങ്കിലുമൊക്കെ ഒന്ന്. അപ്പോൾ ഒന്ന് ടിക്ക് ചെയ്ത് വിടുമ്പോഴത്തേക്കും നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ പഠിക്കാനൊക്കെ ഇൻട്രസ്റ്റ് ആയിരുന്നു. അതല്ല ഇനി പ്ലാൻ ചെയ്യാണ്ടാണ് ഒരു എക്സാമിനൊക്കെ പഠിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മാർക്ക് നമുക്ക് ഊഹിക്കേ വേണ്ട, അത് ഉറപ്പായിട്ട് ഭയങ്കര ലോ ആയിരിക്കും കേട്ടോ. അപ്പോൾ എന്തൊക്കെ വന്നാലും എൻ്റെ ഒരു ഇതനുസരിച്ച് പ്ലാൻ ചെയ്യൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഞാനൊക്കെ പ്ലാൻ ചെയ്ത് ഒരുപാട് സമയം കളയുന്ന ആളാണ്. എന്നാൽ പോലും പ്ലാൻ ചെയ്തില്ലെങ്കിൽ ഒന്നും നടക്കില്ല. അതിനെക്കാട്ടിയും ഭേദമാണല്ലോ കുറച്ചൊക്കെ പ്ലാൻ ചെയ്തിട്ട് അതിൽ ഒരു 25% എങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. അങ്ങനെ അനീത്തിതാ ചെടിയൊക്കെ ഇങ്ങനെ വലിച്ചു പറിച്ച് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ മതിലൊക്കെ ഇങ്ങനെ ചുറ്റി ഇതായിട്ട് മണി പ്ലാന്റൊക്കെ വളർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം പൊട്ടിച്ച് കളയുമ്പോൾ സത്യം പറഞ്ഞതിന് വിഷമമുണ്ട്. കാരണം അതൊക്കെ കാണുമ്പോൾ എല്ലാവർക്കും ഈ പച്ചപ്പൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം തന്നെയല്ലേ. പിന്നെ മതിലുകൾക്കൊക്കെ അങ്ങനെ വളർത്തുന്ന എൻ്റെ വാപ്പിച്ചിക്കും ഉമ്മച്ചിക്കും അത് ഇഷ്ടമല്ലായിരുന്നു കേട്ടോ. ഇവിടുത്തെ ചെറിയ ആൾ ഇങ്ങനെ പണികളിങ്ങനെ ഹെൽപ്പ് ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് വീഡിയോയിൽ നോക്കുന്നുണ്ട് എന്നെ കിട്ടണ്ടോന്നൊക്കെ ആളിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് വേറെ ഒന്നുമില്ല, ലേസി പാണ്ട പോലെ തന്നെ ചുമ്മാ സൂപ്പർവിഷനും ചെറിയ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ചില ക്ലിപ്പൊക്കെ എടുക്കലും അതൊക്കെ തന്നെയാണ് കേട്ടോ. എപ്പോഴും ചെടിയൊക്കെ ഇങ്ങനെ പറിച്ച് കാണുന്നത് ഇങ്ങനെ കുറേ ഇങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഇങ്ങനെ വിഷമമായിട്ടോ. അപ്പം ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞു, എടി കുറച്ച് ചെടികൾ നമുക്ക് കൊണ്ടുപോയിട്ട് വാഷ് ബേസിൽ നമ്മളിപ്പോൾ പ്ലാസ്റ്റിക് ചെടിയാണ് വെച്ചേക്കുന്നത്. വാഷ് ബേസിൻ്റെ സൈഡിലായിട്ട് 2 കുപ്പികളായിട്ട് കുറേ ആയി അതിങ്ങനെ പ്ലാസ്റ്റിക് ചെടിയായിട്ടിരിക്കണം. അപ്പോൾ അതൊന്ന് മാറ്റി തൽക്കാലം വെക്കാമെന്നുള്ളത് എപ്പോഴും എനിക്കെങ്ങനെയാണ് കേട്ടോ. ഞാനിങ്ങനെ ഡ്രസ്സൊക്കെ കളയാൻ വേണ്ടി എടുക്കുമ്പോഴത്തേക്കും പഴയ ഡ്രസ്സൊക്കെ ഭയങ്കര വിഷമമാണ് എനിക്കത് കളയാൻ നേരത്തെ. അയ്യോ നമ്മൾ അത്ര നാൾ ഇട്ടിരുന്ന ഡ്രസ്സല്ലേ, അങ്ങനെയൊക്കെ ഭയങ്കര വിഷമമായതുകൊണ്ട് ഒരുപാട് സ്ഥലം ഇവിടെ പോകാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത് പണിയിട്ട് പറഞ്ഞു എല്ലാം കൂടെ കൊണ്ട് കയറ്റണ്ട, അവിടത്തേക്ക് അത്യാവശ്യമുള്ള 2 കൊമ്പ് മാത്രം നല്ലത് മാത്രം എടുത്തിട്ട് കൊണ്ടുപോയേക്കാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മുടെ വാഷ് ബേസിൻ്റെ സൈഡിലുള്ള ആ കുപ്പിയൊക്കെ ആണെങ്കിൽ നല്ലതുപോലെ ചീത്തയായിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി എടുത്തിട്ട് ഈ ഒരു മണി പ്ലാന്റ് അതിൽ കയറ്റി വെച്ചപ്പോൾ അത്യാവശ്യം നല്ല രസമുണ്ടായിട്ടോ. ഇവിടെ നമ്മുടെ ക്ലീനിങ് സംഘം സ്റ്റിൽ പണിയിലാണ് കേട്ടോ. 2 പേരും ചെടിച്ചട്ടിയൊക്കെ എടുത്തിട്ട് ഫ്രണ്ട് വശത്തു നിന്നും പുറകുവശത്തുള്ള ഒരു സൈഡിലോട്ട് ഇങ്ങനെ കൊണ്ടുവെക്കായിരുന്നു കേട്ടോ. പിന്നെ ബാക്കിയുള്ള എല്ലാം അടിച്ചിങ്ങനെ വൃത്തിയാക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഇടയ്ക്ക് ചെറുതായിട്ട് ഞാനൊന്ന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. വീഡിയോയിൽ കിട്ടണമല്ലോ, അതാണല്ലോ മുഖ്യം. അപ്പോൾ അങ്ങനെ വേണ്ടിയിട്ട് ചെറുതായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്ത് കൊടുത്ത് അപ്പോൾ അവിടെ അങ്ങനെ പതിയെ വൃത്തിയായി വരുന്നുണ്ട്. അത് കണ്ടപ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ആശ്വാസമായിരുന്നു കേട്ടോ. കാരണം അവന് മാത്രമല്ല നമുക്ക് ഉൾപ്പെടെ സത്യം പറഞ്ഞാൽ നടക്കാനുള്ള സ്പേസ് ഒന്നും ഉണ്ടായിരുന്നില്ല.
അപ്പോൾ കുറച്ചൊക്കെ നമുക്ക് പുറത്തിറങ്ങി പിള്ളേരെ കളിക്കണേ കാണാമല്ലോ. പുറത്ത് ആ ഒരു റോഡ് പോലുള്ള സ്ഥലത്താണ് പിള്ളേരൊക്കെ കളിക്കാറ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതെല്ലാം നല്ല ഇതായിട്ട് കാണുകയൊക്കെ ചെയ്യാം. അങ്ങനെ സന്തോഷം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പണിയുടെ എൻ്റെ ആയപ്പോഴത്തേക്കും ബാക്കി എല്ലാവരും ഒരു ഇത് തളർന്നു കേട്ടോ. എൻ്റെ കാര്യമല്ല ഉദ്ദേശിച്ചത്, പണി എടുത്തുകൊണ്ടിരുന്ന ആൾക്കാർ. അപ്പോൾ അവരൊക്കെ തളർന്നിട്ടും ഈ ആശാൻ്റെ എനർജി ഒട്ടും കുറഞ്ഞിട്ടില്ല. ഈ ആശാൻ ഇങ്ങനെ മണ്ണെടുത്ത് അവിടെ നിന്ന് ഇവിടെ കിടുന്നു, ഇവിടെ നിന്ന് അവിടെ കിടുന്നു, അവിടെ നിന്ന് മറ്റൊടത്ത് കിടുന്നു, അങ്ങനെ ഇങ്ങനെ പല രീതിയിലായിട്ട് പോകുമായിരുന്നു കേട്ടോ. അങ്ങനെ ലാസ്റ്റ് ക്ലീനിങ് പ്രോസസ്സിലോട്ട് എത്തി. അതായത് വെള്ളം അടിച്ച് ഇങ്ങനെ ഒന്ന് കഴുകാൻ വേണ്ടിയിട്ട്. പക്ഷേ ഈ ഒരു കട്ട എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് എത്ര അടിച്ച് കഴുകിയിട്ട് അതിൻ്റെ ഒരു ആ ഒരു ഉള്ളിലേക്ക് പിടിച്ച് അഴുക്കൊന്നും അങ്ങോട്ട് പോകണുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ലാസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു വ്യൂ ആണ് കേട്ടോ ഇത് രാത്രി എടുത്തത്. ഇങ്ങനെയായി നമ്മുടെ സ്പേസ്. അപ്പോൾ ഫസ്റ്റത്തെ ക്ലിപ്പ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഓർമ്മയില്ല, ചെടിയൊക്കെ ഇങ്ങനെ നിറഞ്ഞ് നിൽക്കണത്. അപ്പം ഈ ഒരു വില്ല ഉള്ളത് ഒരു 3.25 സെൻറ്റിലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഈ ഒരു സ്പേസ് കിട്ടാന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര കാര്യമാണ്. താത്ത എവിടെ? താത്ത വിളിച്ചേ.